തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വിദ്യാർത്ഥികൾക്ക് 2025 തുടങ്ങി വെച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളെ കൊണ്ട് കൂടുതൽ നിഷ്കർഷയോടുകൂടി പഠിക്കുവാനും അതിനുവേണ്ടി ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് സഹപാഠികളോടൊപ്പം സംയുക്തമായിട്ട് പഠിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ദുശ്ശീലങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറിയാൽ മാത്രമേ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അനുഭവ പാഠത്താൽ അതിനുവേണ്ടി തയ്യാറാകുവാനും മെയ് മാസം മുതലുള്ള പരീക്ഷകളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയ ശതമാനത്തോടുകൂടി അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ഓഗസ്റ്റ് മാസം മുതൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനും ജോലിയോടൊപ്പം ഈ ഒരു മേഖല തുടർന്നു പോകുവാൻ തീരുമാനിക്കുവാനും ഒരുപക്ഷെ വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ, കാർഷികമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാനിടവരും. പല വിധത്തിലും പരിഹാസവചനങ്ങൾ കഴിഞ്ഞ 2025 മെയ് മാസം മുതൽ കേൾക്കുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിലെല്ലാം ധ്രുവീകരണവും ആധുനിക ആശയങ്ങൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങളെല്ലാം തന്നെ ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന വിധത്തിൽ തന്നെ അത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കുറയുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ശോഭനമാകും എന്ന സങ്കല്പത്തോടു കൂടി അനുവർത്തിക്കാൻ തീരുമാനിക്കുവാനും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 യോഗം കാണുന്നുണ്ട്.